കരുവാറ്റ കൊലപാതകത്തിൽ പിടിയിലായാലും അന്വേഷണം വഴിതെറ്റിക്കാൻ പ്രതികൾ ആസൂത്രണം ചെയ്തത് വൻ തിരക്കഥ. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് നൽകേണ്ട മറുപടി മുൻകൂട്ടി തയ്യാറാക്കിയതാണ് അന്വേഷണം വഴിതെറ്റിക്കാൻ നീക്കം നടത്തിയത്. അന്വേഷണം പിതാവിലേക്ക് വഴിതിരിച്ചുവിടാനും പെൺകുട്ടി ശ്രമിച്ചതായാണ് വിവരം. വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാൽ ചിരികാണ്. സുധീഷ്, പിന്നെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നതല്ലേ? അതായത് ഈ കുഞ്ഞു മനസ്സുകളിൽ വലിയ ക്രിമിനൽ ബുദ്ധി ഉദിച്ചിരുന്നു, അതിനനുസരിച്ച് അവർ കൃത്യമായി പ്ലാൻ ഒരുക്കിയിരുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? KP അങ്ങനെ തന്നെയാണ്. കാരണം ഈ കരുവറ്റ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 കൗമാരക്കാർ, അവർ 17 വയസ്സും 16 വയസ്സും വെച്ച് ഉള്ളവരാണ്. അവർ വലിയ തിരക്കഥകളാണ് ഇതിന് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്നത്. ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടാൽ അവർ പോലീസിനോട് എന്ത് പറയണം എന്നത് സംബന്ധിച്ച് കൂട്ടായി ആലോചിച്ചൊരു തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഇടങ്ങളിൽ വെച്ചാണ് ഇവർ 3 പേരും പോലീസിൻ്റെ പിടിയിലാവുന്നത്. ആ സമയത്ത് ഈ 3 പേരും പറയുന്ന കഥ ഒന്ന് തന്നെയാണ്. അതായത് പെൺ സുഹൃത്തിന് വയറ്റിലൊരു മുഴയുണ്ട്, അതിൻ്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ചെലവുകൾ കണ്ടെത്താൻ വേണ്ടി, ആ പണം സ്വരൂപിക്കുന്നതിനു വേണ്ടിയും ആ കുട്ടിയെ കാണുന്നതിനും വേണ്ടിയാണ് കരുവറ്റ ഭാഗത്തേക്ക് പോയത് എന്നതാണ് ഈ 3 പേരും പറഞ്ഞത്. അതിൻ്റെ ആവശ്യത്തിനാണ് വീഡിയോ കോൾ അടക്കം അസമയത്ത് ചെയ്തത് എന്നതാണ് ഇവർ പറയുന്നത്. ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കഥ മെനയുമ്പോൾ തന്നെ ഈ 13-കാരിയോട് പോലീസ് ചോദിക്കുന്നുണ്ട്, മരണപ്പെട്ട ശിവൻകുട്ടിക്ക് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഈ പെൺകുട്ടി കൊടുക്കുന്ന മൊഴി, തൻ്റെ അച്ഛൻ, ആ പെൺകുട്ടിയുടെ അച്ഛനും ശിവൻകുട്ടിയും തമ്മിൽ ശത്രുതയുണ്ട്, അച്ഛനാവാം ഒരുപക്ഷെ ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നതാണ്. ആ രീതിയിൽ അന്വേഷണം സ്വന്തം അച്ഛൻ്റെ മുകളിലേക്ക് വെക്കാൻ പോലും ആ പെൺകുട്ടി ശ്രമിച്ചു. അത്തരത്തിൽ പോലീസിന് മൊഴി നൽകി എന്ന ഞെട്ടിക്കുന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. അതായത് കുടുംബത്തിൽ ആരോടും ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത, ഒരു സ്നേഹമോ കരുണയോ ഇല്ലാത്ത സമീപനമായിരുന്നു പെൺകുട്ടി സ്വീകരിച്ചിരുന്നത് എന്നതുകൂടിയാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ന് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരെയും കേസിൽ പരിഗണിക്കുമ്പോൾ അത് മുതിർന്നവർ ചെയ്ത കുറ്റമായി തന്നെ പരിഗണിച്ച് ഈ കുറ്റത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം, ഈ കേസിൽ ആ ഒരു സമീപനം സ്വീകരിക്കണമെന്ന ആവശ്യം പോലീസ് ഉന്നയിച്ചിട്ടുണ്ട്. അത് ഇന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പരിഗണിക്കും. അതേ സാഹചര്യത്തിൽ തന്നെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള അപേക്ഷയും ഇന്ന് നൽകും. ഒപ്പം ഈ പ്രതികളുടെ, പ്രത്യേകിച്ചും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരുടെയും മൊബൈൽ ഫോണുകൾ വിശദമായ പരിശോധനയ്ക്ക് ഇന്ന് സൈബർ സെല്ലിന് കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇതുവരെ നേരിട്ട് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും വിശദമായ വിരലടയാളം അടക്കം ശേഖരിക്കാനും, ഒപ്പം ഇവിടെ നിന്ന് മോഷ്ടിച്ച പണവും സ്വർണവും ഒപ്പം പെർഫ്യൂമുകൾ അടക്കമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവർ കവർന്നിരുന്നു. അവയെല്ലാം വീണ്ടെടുത്ത് തൊണ്ടി മുതലാക്കാനുമാണ് പോലീസിൻ്റെ നീക്കം. KP.